നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തെ ആഭ്യന്തര വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കാൻ സജ്ജമാണെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുകയുണ്ടായി. തന്റെ ട്വീറ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സംസ്ഥാനങ്ങളുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും കേന്ദ്ര നിർദ്ദേശം ലഭിച്ചാൽ 3 ദിവസത്തിനകം തന്നെ സർവീസുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. 4ാം ഘട്ട ലോക്ക്ഡൌൺ മാർഗനിർദ്ദേശമനുസരിച്ച് മെയ് 31 വരെ ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള നിയന്ത്രണം തുടരുകയും ചെയ്യും. ഇതിനിടെയാണ് മന്ത്രിയുടെ വിശദീകരണം എത്തുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ഓരോ സംസ്ഥാനത്തിന്റെയും സമ്മതത്തോടെ മാത്രമേ ഇത് സാധ്യമാക്കുകയുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മെയ് അവസാനം വരെ ലോക്ക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ സംസ്ഥാനങ്ങളോടുകൂടി അഭിപ്രായം ചോദിച്ച ശേഷം മാത്രമേ ഇത് തുടരുകയുള്ളൂ എന്ന് ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതിനോടകം തന്നെ ചില സ്വകാര്യ കമ്പനികൾ ജൂൺ മാസത്തേക്ക് ബുക്കിംഗ് ആരംഭിച്ചിട്ടുമുണ്ട്. അതേസമയം ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ വിമാനക്കൂലി 3 ഇരട്ടിയാകുമെന്ന സൂചനകൾ നൽകി വിവിധ വിമാന കമ്പനികൾ രംഗത്തെത്തുകയും ചെയ്തു. ലോക്ക്ഡൌൺ പിൻവലിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രവാസികൾക്ക് ഇരുട്ടടിയായി വിമാനക്കൂലി കുത്തനെ ഉയർത്താനാണ് വിവിധ വിമാന കമ്പനികളുടെ തീരുമാനം എന്നത്. ഇന്ത്യ ഉൾപ്പെടെ മിക്ക ലോകരാഷ്ട്രങ്ങളും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്വദേശത്ത് അടിയന്തരമായി മടങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾ ഉപരി ഈ ലിസ്റ്റിൽ ഏർപ്പെടാത്ത പ്രവാസികളാണ് ഇത് കൂടുതലായും ബാധിക്കുക. നിലവിലെ സാഹചര്യത്തിൽ അനേകം രാജ്യങ്ങളിലായി നിരവധി മലയാളികൾ സ്വദേശത്തേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റുകളുടെ എണ്ണക്കുറവ് മുതൽ അടച്ചിടൽ മൂലമുണ്ടായ ഇതുവരെയുള്ള നഷ്ടം നികത്താനുമടക്കമാണ് വിമാന കമ്പനികൾ യാത്രാ നിരക്ക് ഉയർത്താൻ ഒരുങ്ങുന്നത്. വിവിധ വിമാന കമ്പനികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ നഷ്ടം യാത്രക്കാരിൽ നിന്നും ഈടാക്കാൻ ഒരുങ്ങുമ്പോൾ എന്ത് വില കൊടുത്തും നാട്ടിലേക്ക് എത്താനാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. ലോക്ക്ഡൌൺ മൂലം വിമാന കമ്പനികൾക്ക് ഓരോ ദിവസവും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ അത് ടിക്കറ്റ് വർധനവിലൂടെ ഏർപ്പെടുത്താനാണ് ചില സ്വകാര്യ വിമാന കമ്പനികൾ തീരുമാനിച്ചതായുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.